ക്രിസ്തീയ ജീവിതം കഷ്ടതയുടെയാണ്. കഷ്ടതയുണ്ട്, ശരിയാണ്, ശരിയല്ലേ? കഷ്ടതയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? പ്രശ്നമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, സത്യമാണ്, അതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷെ നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ആമേൻ. നമ്മുടെ ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മുടെ അനുഗ്രഹമാണ്. എല്ലാ രീതിയിലും, അത് സാമ്പത്തികത്തിൽ മാത്രം, എല്ലാ രീതിയിലും അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം, അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. വചനത്തിൽ അത് തെളിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം, ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ച ദൈവം, യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവം, എന്നാൽ അടുത്ത തലത്തിൽ ജോസഫിനെ അനുഗ്രഹിച്ച ദൈവം, ദാവീദിനെ അനുഗ്രഹിച്ച ദൈവം, ഇയ്യോബിനെ അനുഗ്രഹിച്ച ദൈവം, ആമേൻ, തൻ്റെ ഭക്തന്മാരെ ഒക്കെ ദൈവം അനുഗ്രഹിച്ച ചരിത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. എന്നാൽ പലരും പറയും അതൊക്കെ പഴയ നിയമത്തിലല്ലേ, എന്നാൽ പുതിയ നിയമത്തിൽ വല്ലതും ഉണ്ടോ? ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം യേശു കർത്താവ് എന്തുവാ ചെയ്യുന്നേ? ആദ്യത്തെ അത്ഭുതം, അടയാളങ്ങളുടെ ആരംഭമായി കാനാവിലെ കല്യാണത്തിന് എന്തോ ചെയ്തേ? അവൻ്റെ കുടുംബത്തിനകത്ത കുറവിനെ അങ്ങ് നികത്തി. ഹല്ലേലൂയ. ആമേൻ. യേശു വന്നാ നിന്റെ കുറവങ്ങ് മാറും. ഹല്ലേലൂയ. നിന്റെ ശൂന്യത അങ്ങ് മാറും. ആമേൻ. ഒന്നാമത്തെ അത്ഭുതം എന്താ? ഏത് മേഖലയിലാണോ നിനക്ക് കുറവുള്ളത്, അതിനെ എൻ്റെ ദൈവം അങ്ങ് നികത്തി. ഹല്ലേലൂയ. എൻ്റെ ദൈവം അനുഗ്രഹത്തിൻ്റെ ദൈവമാ, അനുഗ്രഹിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലോട്ട് വാ. എന്തോ ചെയ്യുന്നേ അവിടെ? പത്രോസിനോട് എന്തോ പറയുന്നേ? നിന്റെ വല എന്തോ ചെയ്യണം? നീ ആഴത്തിലേക്ക് ഒന്ന് ഇറക്കടാ. ആമേൻ. നിനക്ക് എന്തോ വരുമെന്നാ? പെരുത്ത മീൻകൂട്ടത്തെ ഞാൻ തരാം. ഹല്ലേലൂയ. എന്റെ ദൈവം എന്ത് ചെയ്യുമെന്നാ? അനുഗ്രഹിക്കുന്ന ദൈവമാ, വർദ്ധനവിന്റെ ദൈവമാ, വർദ്ധിപ്പിക്കുന്ന ദൈവമാ. ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയണം. ഇല്ലാതെ പിശാചി എന്തെങ്കിലുമൊക്കെ ഹൃദയത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ആ വിത്തിനെ എടുത്തു കളഞ്ഞിട്ട് എന്റെ ദൈവം. നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ മാത്രമല്ല വിളിച്ചത്, നമ്മളൊരു അനുഗ്രഹമായിരിക്കണം. ഹല്ലേലൂയ. എന്താണ്? നമ്മളൊരു അനുഗ്രഹമായിരിക്കണം എന്ന് വെച്ചാൽ നമ്മളിലൂടെ അനുഗ്രഹം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം. ഈ വൈഫൈ ഡിവൈസുകളൊക്കെ വെക്കുമ്പോൾ എന്തോ സംഭവിക്കുന്നത്? പലയിടത്തോട്ടും ഈ ആക്സസ് കിട്ടുന്നത് പോലെ, അപ്പം നീ ഒരിടത്ത് ഇരുന്നാൽ അവർക്ക് അനുഗ്രഹം കിട്ടണം, നീ ഒരിടത്ത് കയറിയാൽ അവർക്ക് അനുഗ്രഹം കിട്ടണം. അവൻ അനുഗ്രഹത്തിൻ്റെ സ്രോതസ് നിന്നിലുണ്ടാകട്ടെ. ഹല്ലേലൂയ. അനുഗ്രഹത്തിൻ്റെ സ്രോതസ് അവൻ ചിലതിന് വിതരണം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് പകൽ ആത്മാവിൽ ആരൊക്കെ റിസീവ് ചെയ്യുന്നു?